ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി അവരിലേക്ക് ഇമോഷൻസ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. എന്താണ് ഈ ഒരു സമയം അവർ നിങ്ങളുടെ ഈ ഒരു തീരുമാനത്തിൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത്? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Chariot, Knight of Wands, King of Swords, the Lovers, the Emperor, Two of Cups, Four of Cups, Two of Wands, Nine of Cups, Three of Wands, Judgment, Hermit, Magician, Five of Swords, Eight of Cups, Seven of Swords, Justice, the Empress. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്കൊരു പരിഗണന, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്സ് കാര്യങ്ങൾ ഒന്നും എടുക്കാതെ നിന്നൊരു വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് കുറെ നാളുകളായിട്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ, നിങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ടായിരിക്കാം. കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ നിലപാടിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അവരുടെ എനർജി ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സ്വാർത്ഥതയോട് കൂടിയ പേഴ്സൺ ആണിത്. ഈഗോ നല്ല സ്ട്രോങ് ആയിട്ട് ഇവരിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തികൾ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതലായിട്ട് ആദ്യ സമയങ്ങളിൽ എഫേർട്ട് എടുത്തിരുന്ന ഒരു പേഴ്സൺ ഇവരാണ്. അപ്പൊ അങ്ങനെ നിങ്ങളെ എന്താ പറയാ, ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ പോകെ പോകെ ഇവർ വളരെ ഇവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മ, കൂടുതലായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു സമയം തരാതിരിക്കുക, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കെയറിങ് തരാതിരിക്കുക. ഇപ്പൊ സംസാരിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവർ ഇവരുടേതായ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്ക് ഇവരുടെ ലൈഫിനാണ് കുറച്ച് കൂടുതൽ വാല്യൂ ഉള്ളത്. അത് ഇവരുടെ സ്വാർത്ഥപരമായ ഒരു ചിന്താഗതിയുടെ തന്നെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ അങ്ങനെ എല്ലാം ഇവർ പറയുന്നത് കേട്ട് മാത്രം നിൽക്കുക, അങ്ങനത്തെ ഒരു രീതിയല്ല. കുറച്ചൊക്കെ നിങ്ങൾ നിൽക്കാനായിട്ട് നോക്കും. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അതിന് കുറച്ചുകൂടെ വാല്യൂ നൽകും. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
ഈ ഒരു വ്യക്തിയിലേക്ക് ഭയങ്കര അഡിക്ഷൻ ഉണ്ടാകും, സ്നേഹിക്കുന്ന പേഴ്സണിലേക്ക്. ഇവിടെ നിങ്ങൾക്കാണെങ്കിലും ഇവരോട് ഭയങ്കരമായ ഒരു അഡിക്ഷൻ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരിക്കില്ലായിരിക്കും, സാഹചര്യങ്ങൾ നിങ്ങളെ അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ, ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവര് സ്വാർത്ഥത കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇവരുടെ പുറമേ കാണിക്കുന്ന രീതിയാണ്. അവർ ഭയങ്കര ഹാപ്പി ആണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ കാണിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇതാണ് അവരുടെ എനർജി വന്നിരിക്കുന്നത്. മനസ്സ് നല്ലോണം വിങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ഒരു തീരുമാനം ഇവിടെ ഏറ്റു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ പറയാം. നിങ്ങളുടെ തീരുമാനം എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ പുറമെ എത്രത്തോളം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ വളരെയധികം അവർ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് അവരിൽ വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവർ എഫേർട്ട് എടുക്കാതിരുന്നതിനെ തുടർന്ന് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് മാറി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവർ അത്യാവശ്യം നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പ്രാക്ടിക്കൽ മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിൽ റീബർത്ത് വേണം എന്നൊരു ആഗ്രഹവും ഇവിടെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് കളയുക എന്നുള്ളതല്ല, എന്തു ആണെന്നുണ്ടെങ്കിലും, അതായത് റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അതിന് ഒരു തീരുമാനമാക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര സൂപ്പർ ഫാസ്റ്റ് പോലെ തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളൊരു മെന്റാലിറ്റി വരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ട് മാനസികപരമായിട്ടുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തികളാണ്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും വളരെയധികം ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തിയെ വേട്ടയാടുന്നുണ്ട്. ഓരോ സമയത്തും രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ഓർത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളെ ഇവരുടെ എനർജിയിലേക്ക് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം, ആ ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തിയിൽ അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും അത് അവരുടെ ഉള്ളിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നുണ്ട്, മറഞ്ഞിരുന്ന് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ചസ് കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളും ഇവരെ പോലെ തന്നെ, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇത്രയും വേദനിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഇവരൊരു തീരുമാനം എടുക്കാൻ തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നൊരു മെന്റാലിറ്റിയും ആവണം എന്നില്ല. അപ്പൊ ഇവിടെ ഇവർ നോക്കുമ്പോൾ നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അതിശയോക്തിയാണ് അവരിൽ ഉണ്ടാക്കുന്നത്. ഇത്രത്തോളം മാറാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അവർ ഓർക്കുന്നത്. ഇനി പൂർണ്ണമായിട്ട് ഇവരെ മറന്നു കളഞ്ഞു പോയിട്ടുണ്ടോ, അതൊക്കെയാണ് അവർ ആ ഒരു വേദനിക്കാനുള്ള പ്രധാന കാരണം. ഒരു കൺഫ്യൂഷൻ ഇവരിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടാകും. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അത് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു മാറ്റങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, ആ ഒരു എനർജി മാറ്റം, അതായത് നിങ്ങളുടെ എനർജി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അവര് വളരെ തീവ്രമായിട്ട് നിങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. മാത്രമല്ല നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നീതിപൂർവമല്ലായ്മ തന്നെയാണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കും അതിൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ മനസ്സിലാക്കുന്നത് നീതിപൂർവ്വം റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ അവര് തീരുമാനം എടുക്കുന്നുണ്ട്. കാരണം അവരുടെ എനർജിയിൽ വരുന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അത്രയും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയിൽ, യൂണിവേഴ്സൽ പവറിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ നിശബ്ദമായിട്ടാണെങ്കിൽ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. പഴയ പോലെ നിങ്ങൾ ഇവരെ പുറകെ നടന്ന് സംസാരിക്കുക, അത് ഇവർക്കൊരു ശല്യമായിട്ട് തോന്നുന്ന രീതിയിൽ ഒന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണ്. എന്നാൽ ഈ ഒരു തീരുമാനം,
ഇവരെ വേണം എന്നൊരു തീരുമാനം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പേഴ്സന്റെ എനർജി അല്ല കാണിക്കുന്നത്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കണക്ട് ആകുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. കാരണം നിങ്ങളുടെ എനർജി ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഇവിടെ നമുക്ക് മജീഷ്യൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സ്പ്രെഡ് ആണിത്. അപ്പൊ നിങ്ങൾ അതേ രീതിയിൽ അവിടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിങ്ങളിലേക്ക് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഇവിടെ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ, അതിപ്പോ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം സ്പീഡിലാണോ ഇവര് മാറി നിന്നത് അത്രത്തോളം സ്പീഡില് ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് മനസ്സ് പോവുകയാണ്. വീണ്ടും അതേ ഓർമ്മകളിലേക്ക് മനസ്സ് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹവും, സത്യസന്ധമായ രീതിയിൽ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നൊരു ചിന്ത, പരസ്പരം ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം, അതും ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ. ഇവിടെ നമുക്ക് എംപ്രസ് ആണെന്നുണ്ടെങ്കിലും എംപറർ ആണെന്നുണ്ടെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ വ്യക്തിയിലും നിങ്ങളെ വേണം എന്നുള്ള അതിയായ ആഗ്രഹം അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി തുറക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് വേദനിച്ചായിരിക്കാം ചിലവര് റിലേഷൻഷിപ്പിൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നിരാശയോടുകൂടി ഒരുപാട് ഇവരുടെ പുറകെ പോയിട്ടും ഇവർ പ്രത്യേകിച്ച് കാര്യമായിട്ട് നിങ്ങളെ ഗൗനിക്കുന്നില്ല എന്നുള്ള ഒരു നിരാശയോടുകൂടി സൈലന്റ് ആയിട്ട് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു തീരുമാനം എടുത്ത് ഇനി ഇവരായിട്ട് വരട്ടെ എന്നുള്ള ഒരു തീരുമാനം എടുത്ത് സൈലന്റ് ആയിട്ട് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പൊ രണ്ടുപേരും രണ്ട് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിട്ട് വന്നപ്പോഴാണ് നിലപാട് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി നോക്കുമ്പോൾ രണ്ടും ഒരേ രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള രണ്ട് തീരുമാനമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ ഒരു ഇമാജിനറി വേൾഡിലാണ് നിൽക്കുന്നത്. കാരണം അവരിപ്പോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങളെക്കുറിച്ച് വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഫിസിക്കലി ഒക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ നിങ്ങളുടെ ആ ഒരു ബോൾഡ്നെസ്, ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ വീണ്ടും വേണം എന്നൊരു ആഗ്രഹവും അതുപോലെ എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണ്. ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വല്ലാത്തൊരു കുറ്റബോധം ഇവരെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. ഇപ്പൊ ചെയ്തു പോയ മണ്ടത്തരത്തെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ ഇവരിപ്പോ കുറച്ചധികം ടയേർഡ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈഗോ ഉണ്ട്, സ്വാർത്ഥതയുണ്ട്, എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇവർ ഇമോഷൻസ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളതും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുന്നവരുടെ മനസ്സിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവർ എത്ര ഭയങ്കരമായിട്ട് ഒരു ഈഗോ പിടിച്ച് പുറമേ കാണിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു മുഖംമൂടി അണിഞ്ഞാണ് ഇവർ നിൽക്കുന്നത്. ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർ വളരെയധികം ടയേർഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പുറകെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ശല്യം ചെയ്യലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് കൂടിയേ തീരുള്ളൂ. ഇപ്പോഴാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഇത്രത്തോളം മിസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. ഒരു സന്തോഷകരമായ രീതിയിലേക്ക് റിലേഷൻഷിപ്പിനെ വേണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഇൻഡ്യൂഷൻ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു രീതിയിൽ മനസ്സിൽ വർക്ക് ആവുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ഘടന കൊണ്ടുവരണം, ഇതിലൊരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ഇതൊരു ലോങ് ടേം ആയിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പോട് കൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്തകൾ. കാരണം ഇവർ ഓരോ യാത്ര ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും അതിപ്പോ ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ എന്ത് രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അവർ ആ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അവര് പോലും അറിയാതെ ആഗ്രഹിച്ചു പോവാണ്. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഇവർക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആവണം. അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ കോഴ്സ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ അടിയുറച്ച വിശ്വാസം, ആ ഒരു പ്രാർത്ഥന, അത് തന്നെയാണ് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആയിട്ട് മാറുന്നത്. നിരന്തരമായിട്ട് എന്താണോ നിങ്ങൾ ഓർക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇവരിപ്പോ ഒരു ഭയങ്കരമായിട്ട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതും എല്ലാം ഇവർ ഭയങ്കരമായിട്ട് ഇപ്പൊ ഡ്രീം ചെയ്യാണ്. അതുപോലെ ഇതിനൊന്ന് നല്ല രീതിക്ക് ബാലൻസ് ചെയ്യണം, ഒരു മിതത്വം റിലേഷൻഷിപ്പിൽ പാലിക്കണം.
മിതത്വം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള സമയമാണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് നൽകണം എന്ന് ചിന്തിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാൻ സാധ്യതകളുണ്ട്. കാരണം നമുക്കിവിടെ ഒരു അമ്മയുടെ ഒക്കെ എനർജി കാണുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ വൈഫ് ആകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആവാം. അതായത് നിങ്ങളുടെ ജെൻഡർ അനുസരിച്ച് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഇവർ മിസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു നീതിപൂർവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഈ ഒരു സമയത്ത് അവർ ഇതുവരെ കാണാതിരുന്ന പല നന്മകളും പല കാര്യങ്ങളും തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു അകൽച്ചയുടെ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദമായ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തില്. ഇതിനു മുമ്പും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഇവരിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഇടുന്നത്. നിങ്ങൾ മാറിപ്പോയ സമയത്ത് ഇവർ പ്രത്യേകിച്ച് കാര്യമായിട്ട് നിങ്ങളെ ഗൗനിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന്റെ അകൽച്ച ഇങ്ങനെ കൂടി കൂടി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് സ്വാർത്ഥതയോടുകൂടി അവർ എത്ര പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളില് ഇങ്ങനെ എന്താ പറയാ തിരതല്ലി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അത്രയും ഇവര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പുറമെ കാണിച്ചില്ലെങ്കിൽ പോലും. പുറമേ കാണിക്കാത്തത് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. അവരുടെ കാര്യങ്ങൾക്ക് അവർ കൂടുതൽ വാല്യൂ കൊടുത്ത് അവർ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ജനിച്ച് ജീവിച്ച് വളർന്നത്. അവരുടെ സാഹചര്യമായിരിക്കാം ഒരു പക്ഷേ അവർ അങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സാഹചര്യം തീർച്ചയായിട്ടും ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പേഴ്സണും ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളായിരിക്കും അവർക്ക് ഇത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് അവർ ആ ഒരു സമയത്ത് ശ്രമിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങൾ കൊടുത്തിരുന്നത് എന്നുള്ളതും അത് മനസ്സിലാക്കാതിരുന്നത് ഇവരുടെ തെറ്റാണ് എന്നുള്ളതും. അതാണ് അവരിൽ തോന്നുന്ന കുറ്റബോധമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ജസ്റ്റിസ് ആണെങ്കിലും ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ മജീഷ്യൻ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ അതിനു വേണ്ടി അവർ പ്രേ ചെയ്യുന്നു, ബന്ധത്തിലെ ഒരു നീതിപൂർവം ന്യായപൂർവം പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായ ഒരു സ്നേഹം അവർക്ക് നിങ്ങളിലേക്ക് തോന്നുന്നു. അതെല്ലാം ഈ ഒരു ബന്ധത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സംഭവം അത് എന്താണോ അത് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ സന്തോഷങ്ങൾക്കും ഇവരുടെ ആഗ്രഹങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകിയവരായിരിക്കും. അത്രയും വേദന അല്ലെങ്കിൽ അത്രയും ഒരു അവഗണന കാര്യങ്ങളൊക്കെ തോന്നിയ സമയത്തായിരിക്കാം നിങ്ങൾ സൈലന്റ് ആയിട്ട് മാറിപ്പോയത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേദനിച്ച് മാറിയവരും അതുപോലെ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഒരു സെൽഫ് റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ കൂടുതലായിട്ട് നമുക്ക് കണക്ട് ആവുന്ന അങ്ങനെ ഒരു വ്യക്തികളുടെ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് എപ്പോഴും നിലനിർത്തുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുക്കും, പക്ഷെ നിങ്ങൾക്കൊരു മാക്സിമം ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ നിങ്ങളും സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ നിലപാടുകൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർക്കിപ്പോ ഒരു സ്പാർക്ക് ആയിട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ കയറി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാനും അവർ തയ്യാറാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സ്പൈ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ റിലേഷൻഷിപ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അത്രയും ഭയങ്കരമായിട്ട് ഇവരുടെ പുറകെ നടന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ നിലപാടുകളും നിങ്ങളുടെ മാറ്റങ്ങളും നിങ്ങളുടെ പേഴ്സണലിൽ തന്നെ ഭയങ്കരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും റിലേഷൻഷിപ്പിൽ ഒരു കണക്ഷൻ വേണം എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. അവർ സ്വയം മനസ്സ് നോവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കാനും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകാനും വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ലോങ് ടേം ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, അതും സത്യസന്ധത റിലേഷൻഷിപ്പിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ. ആ ഒരു രീതിയിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഒരു ബന്ധത്തെ അവരിപ്പോ നോക്കി കാണുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടേക്കാണോ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാതെ കൂടുതലായിട്ട് റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കാതെയൊക്കെ മാറിപ്പോയത്, ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചു തന്നെ നിൽക്കുന്നത്. ചിലപ്പോൾ ഇവർ ഇവരുടേതായ കരിയറിലേക്കായിരിക്കാം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങളിലേക്ക് വരണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരെ നിങ്ങളിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തീവ്രമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അടുത്തു തുടങ്ങിയിരിക്കുന്ന സമയം തന്നെയാണിത്.
അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, പ്രാർത്ഥന, കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ, അതുപോലെ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നവരാണെങ്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പൂർണ്ണ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവരെന്തായാലും ഇവിടെ ഈ ഒരു എനർജിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളെ പൂർണ്ണമായിട്ടും അവർക്ക് വേണം എന്നൊരു ആഗ്രഹം തന്നെയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സാഹചര്യം എന്നുണ്ടെങ്കിലും, ഈ ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഒക്കെ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും ക്ലെയിം ചെയ്യാം. അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണായിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ എല്ലാം കണക്ട് ചെയ്യണം. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, ജാനുവരി. UAE വന്നിട്ടുണ്ട്. ജൂലൈ മന്ത് 38, എഗെയിൻ 38 വന്നിട്ടുണ്ട്. നവംബർ മന്ത് രേവതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ഭരണി, കാലിക്കറ്റ്. R എന്നൊരു ലെറ്റർ. 35, ആയില്യം. V എന്നൊരു ലെറ്റർ. 36, M എന്നൊരു ലെറ്റർ. ഫെബ്രുവരി മന്ത്, മെയ് മന്ത്, S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 3 എന്നൊരു നമ്പർ. ലിബ്ര. പൂരാടം. D എന്നൊരു ലെറ്റർ. 1986. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 44 എന്നൊരു നമ്പർ ആണ്. ഇന്ന് കുറച്ച് ക്ലൂസ് നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കയ്യിൽ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ക്ലൂസ് ആണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രത്തോളം ക്ലൂസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു ദിവസം അല്ലെങ്കിൽ കണക്ട് ആവേണ്ട ഒരു ദിവസം തന്നെയായിരിക്കാം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് കൊണ്ടിട്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം അത്രത്തോളം ക്ലൂസ് കിട്ടിയിരിക്കുന്നതും. അപ്പൊ ഇതാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നാളെ നമുക്ക് വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.